ചിങ്ങം ഒന്നിനായിരുന്നു പുതുച്ചേരി പുതുച്ചേരി കുന്നംകുളം എന്ന് പറയുന്നത് ഫേമസ് ആയിട്ട് സ്ഥലം തന്നെയാണ്. അപ്പോൾ കുന്നംകുളം, അതേപോലെ കൂനമുച്ചി, മറ്റം, കേച്ചേരി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. കേൽറ്റോ ടെറസിൽ നിന്ന് എത്തിയിരിക്കുന്നത് കുന്നംകുളം റോഡുണ്ടല്ലോ, നമ്മളെ ഗുരുവായൂർ കുന്നംകുളം റോഡ്, അതാട്ടോ ഇതിൽ പോകുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കാതേഴ്സ് മാൾ എന്നൊരു മാളുണ്ട്. അവിടെ മാജിക് ഫ്രെയിമിൻ്റെ ഒരു തിയേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, 2 സ്ക്രീനുള്ളത്. അത് ഏറ്റവും ടോപ്പാണല്ലേ മാജിക് ഫ്രെയിം മാജിക് ഇൻ എവറി ഫ്രെയിം എന്നുള്ളൊരു ബോർഡൊക്കെ കൊടുത്ത് ഈ മാളിൻ്റെ ഉള്ളിലാണ് ആ തിയേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ തിയേറ്ററിൻ്റെ വിശേഷത്തിലേക്കാണ് കേൽറ്റോ ടെറസ് ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. മാജിക് ഇൻ എവറി ഫ്രെയിം എന്നുള്ളൊരു ലോഗവും അവരെ തനത് ബോർഡും എല്ലാ പുതിയ തിയേറ്ററിലും ഈ ഒരു ലോഗവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഈ മാജിക് ഫ്രെയിം എന്നുള്ള ഈ ഒരു ഡിസൈൻ മൊത്തത്തിൽ പുതിയ തിയേറ്ററിലൊക്കെ കോമൺ ആയിട്ട് ഇവിടെ കൊടുത്തു വരുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ നമ്മൾ ഈ ലോബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 വെയിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഒന്ന് ഈ ഭാഗത്തും ഒന്ന് ഈ ഭാഗത്തും 2 തരത്തിലാണ് വെയിറ്റിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ക്രീൻ 1ഉം സ്ക്രീൻ 2ഉം ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ചെറിയൊരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കളർ കോമ്പിനേഷൻ നോക്കിയേ, യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടെ നമുക്ക് LED ബൾബിൻ്റെ ഇതിൽ നമുക്ക് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിമിൻ്റെ ചെറിയ പോസ്റ്ററുകളൊക്കെ ഈ 2 ഭാഗങ്ങളായിട്ട് കൊടുത്തുകൊണ്ട് ഈ വാളൊക്കെ നല്ല മനോഹരമാണ് കേട്ടോ. ഇവിടെ ഇത് ബ്ലാക്ക് കോമ്പിനേഷൻ, അതേപോലെ തന്നെ ഇത് യെല്ലോ കോമ്പിനേഷൻ. ഇതിൻ്റെ ഉള്ളിൽ വാം ലൈറ്റ് LED ആണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഇരിപ്പിടം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓഡിറ്റോറിയം 1ഉം ഓഡിറ്റോറിയം 2ഉം അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ചെറിയൊരു വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്ത് മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് കഫേ ആയിട്ട് മാജിക് ഫ്രെയിം യെല്ലോ കളറിലുള്ള ഒരു ബാഡ്ജിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ പുതിയ തിയേറ്ററിലൊക്കെ മാജിക് ഫ്രെയിമിൻ്റെ ഈ ബാഡ്ജിങ് ഈ രൂപത്തിലാണ്. പിന്നെ അതേപോലെ സ്നാക്സും കൂൾ ഡ്രിങ്ക്സും അത്യാവശ്യം എല്ലാ സ്നാക്സൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു സെറ്റപ്പിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ 2-3 ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ചേച്ചി നമസ്കാരം, എന്താ പേര് വരുന്നത്? നിഷ. വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? അല്ല, പന്നിശ്ശേരി. ചേച്ചിൻ്റെ പേര്? എൻ്റെ പേര് ഉഷ, കാണിപ്പയ്യൂരെ വീട്. ചേച്ചിൻ്റെ പേര്? രേഷ്മ, വെള്ളിത്തിരുത്തിയിലാണ് വീട്. ഇവിടെ നിങ്ങൾ പിന്നെ സീറ്റ് ഓർഡറൊക്കെ വരുമല്ലോ, ഇപ്പം സ്നാക്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് ഏത് സമയത്താണ് കൊടുക്കുന്നത്? പിന്നെ റീസണബിൾ റേറ്റിലാണ് കൊടുക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? സീറ്റ് ഓർഡർ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അത് 15 മിനിറ്റ് ഡിലേ ഉണ്ടാവും. അത് സീറ്റിൽ ഞങ്ങൾ കൊണ്ടുപോയി എത്തിക്കാണ് പതിവ്. എന്തൊക്കെ ഐറ്റംസാണ് നിങ്ങൾ അധികം കൊടുത്തു വരുന്നത്? ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ നഗറ്റ്സ്, ചിക്കൻ പോപ്സ്, പിന്നെ തിരക്കുള്ള സമയത്ത് ബർഗറും കൊടുക്കാറുണ്ട്. നിങ്ങളിവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണോ? അതെ. കഫ്റ്റീരിയൻ്റെ തൊട്ടപ്പുറത്താണ് നമുക്ക് ബോക്സ് ഓഫീസ് വരുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലാണ് ബോക്സ് ഓഫീസിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ബോക്സ് ഓഫീസാണ്. നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റൊക്കെ ചോദിച്ചു നോക്കാം. ചേച്ചി നമസ്കാരം, എന്താ പേര് വരുന്നത്? എൻ്റെ പേര് അതുല്യ, പുതുശ്ശേരി തന്നെയാണ് വീട്. കുറേ വർഷമായി വർക്ക് ചെയ്യുന്നത്? ഒരു വർഷമാണോ. എത്ര ടിക്കറ്റ് ചാർജ് വരുന്നത്? 150. നിങ്ങൾ ഓൺലൈൻ ആപ്പ് വരുന്നത്? ഓൺലൈന് ടിക്കറ്റ് ന്യൂ ഡിസ്ട്രിക്ട് ആപ്പോൾ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ സ്ക്രീൻ 1ൻ്റെ ഡീറ്റെയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ സ്ക്രീൻ 1 വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് തന്നെ സ്ക്രീൻ 1ൽ നമുക്കൊരു സ്ക്രീൻ 1ൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു വാം ലൈറ്റ് LED ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്ക്രീൻ 1ൻ്റെ എൻട്രൻസ് വരുന്നത്. നല്ല അടിപൊളി ലെതർ ടൈപ്പുള്ള വാതിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതും ബ്ലാക്ക് കളറിൽ. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. നമുക്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഉൾഭാഗം കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാട്ടോ ഓഡിറ്റോറിയം 1 വരുന്നത്. അപ്പം സിനിമ തുടങ്ങാനായി, അതുകൊണ്ട് AC ഒക്കെ ഇട്ട് നല്ല തണുപ്പിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ മാജിക് ഫ്രെയിമിൻ്റെ ഒരുവിധം തിയേറ്ററിലൊക്കെ പോയ സമയത്ത് കണ്ട ആ ഒരു കളർ പാറ്റേൺ ഇവിടെയും ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഫാമിലി ഓഡിറ്റോറിയം തന്നെ നമുക്ക് എടുത്ത് വിശേഷിപ്പിക്കാവുന്നതാണ്. ആ ഒരു കളർ പാറ്റേൺ ആണ് ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഈ പൾസിൻ്റെ സ്പീക്കർ കണ്ട സമയത്താണ്. കാരണം നമുക്ക് JBL അല്ലെങ്കിൽ 18 സൗണ്ട് ഇറ്റലി അങ്ങനെ ഒരുവിധം കമ്പനികളുടെ സ്പീക്കേഴ്സാണ് അധികം നമ്മൾ റീസെൻ്റായി ചെയ്തു വന്ന വീഡിയോസിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഇപ്പോൾ വന്ന സമയത്ത് പൾസിൻ്റെ സ്പീക്കർ
പൾസൻ സ്പീക്കർ നമ്മൾ സാധാരണഗതിയിൽ കാണുന്നതിനെക്കാട്ടും കുറച്ചുകൂടി വലിപ്പം തോന്നുന്നുണ്ട്. നല്ല ഭംഗി തന്നെയാണ് പൾസൻ സ്പീക്കർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് പൾസൻ സ്പീക്കർ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. പിന്നെ അതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി നോക്കും, നല്ല പിന്നെ ഇളം നീല കളറിലാണ് കാർപ്പറ്റൊക്കെ കൊടുത്ത് ഇവിടുത്തെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്, വാളിൻ്റെ ഡിസൈൻ. പിന്നെ അതേപോലെ ഏറ്റവും ടോപ്പിൽ നോക്ക് ബ്ലാക്ക് ഷെയ്ഡിലാണ് മൊത്തത്തിലുള്ള ഒരു ഇൻറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. അത് ഗ്രിഡ് മോഡലാട്ടോ മൊത്തത്തിൽ ഇൻറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഈ ഓഡിറ്റോറിയത്തിനെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് സ്പോട്ട് ലൈറ്റ് LED കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ സൈഡിലൊക്കെ ചെറിയ ചെറിയ നീല കളറുള്ള LED സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് മാജിക് ഫ്രെയിമിൻ്റെ ഒരുവിധം തിയേറ്ററിലൊക്കെ നമുക്ക് കണ്ടുവരാറുള്ളതെന്ന് പറയുന്നത് വെച്ചാൽ LED സ്ട്രിപ്പുകളുടെ സംഭവങ്ങളൊക്കെ മൊത്തത്തിൽ കാണാവുന്നതാണ്. പക്ഷേ ഇവിടെ അത് കണ്ടുവരുന്നില്ല. അതിന് പകരത്തിലുള്ള ഒരു പ്രത്യേക ഡിസൈൻ, ഒരു രീതി, ഒരു ചെറിയ ത്രികോണാകൃതിയിലുള്ള ഒരു പ്രത്യേക സംഭവം കൊടുത്ത് അതിനുള്ളിൽ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു നീല ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു നല്ലൊരു ഓഡിറ്റോറിയം കേട്ടോ അത്. അപ്പോൾ ഈ ഓഡിറ്റോറിയം 1 പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ക്രിസ്റ്റിയുടെ 2K ലേസർ പ്രൊജക്ടറാണ്. അതേപോലെ തന്നെ ഈ എൻ്റെ പുറകിൽ നോക്കി നോക്ക്, നമുക്കൊരു നല്ല സിൽവർ സ്ക്രീനും ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. 32 അടിക്ക് മേലെ വരുന്ന നല്ലൊരു സിൽവർ സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെന്താ പറയുക, ഈ ഓഡിറ്റോറിയത്തിന് പാകത്തിനാണ് ഈ ഒരു സിൽവർ സ്ക്രീൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2K പ്രൊജക്ഷനിൽ 32 അടിക്ക് മേലെ വരുന്ന ഒരു നല്ല ഓഡിറ്റോറിയം. അപ്പോൾ നമുക്ക് സിനിമ കണ്ടുപോകുമ്പോൾ നല്ലൊരു സംതൃപ്തിയായിരിക്കും. ലേസർ പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റിയും കളർ ഡെപ്തും അതിൻ്റെ ബ്രൈറ്റ്നസ്സൊക്കെ നമുക്ക് മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന രീതിയിൽ തന്നെയാണുള്ള പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ക്രിസ്റ്റിയുടെ 2K പ്രൊജക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് പറ്റിയ ഒരു ഓഡിറ്റോറിയം കൂടിയാണ് ഈ ഓഡിറ്റോറിയം 1 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റിയുടെ 2K ലേസർ പ്രൊജക്ഷനാണ് കേട്ടോ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ 2K ക്രിസ്റ്റിയുടെ ലേസർ പ്രൊജക്ഷൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2048x1080 എന്ന റെസൊല്യൂഷനിലാണ് ക്രിസ്റ്റിയുടെ 2K ലേസർ പ്രൊജക്ഷൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ. RGB ലേസർ പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ്, പ്രകാശം, നമുക്ക് ഒരു ഓഡിറ്റോറിയത്തിൽ സിനിമ കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ ബ്രൈറ്റ്നസ്സാണ് നമുക്ക് ആവശ്യം വരുന്നത്. അധിക തിയേറ്ററിലും പോയി കഴിഞ്ഞാൽ പണ്ടത്തെ ലാമ്പിൻ്റെ പ്രൊജക്ടറൊക്കെ ഉള്ള തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് വളരെ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പം അത്യാവശ്യം എല്ലാവരും ഓഡിറ്റോറിയത്തിൽ നിന്ന് കൂക്കുകയും ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്റ്റിയുടെ ലേസർ പ്രൊജക്ഷനിൽ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 20,000 ലുമിനസ് ആണ് ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഓഡിറ്റോറിയം ടൂല് നോക്ക്, അടിപൊളി റെഡ് കോമ്പിനേഷനിൽ കുളിച്ച് നിൽക്കുന്ന സീറ്റുകളാണ്. ആ ഒരു രീതിയിലാണ് കളർ പാറ്റേൺ ഇവരിവിടെ പിന്തുടർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓഡിറ്റോറിയത്തിൽ ഈ പുഷ് ബാക്ക് സീറ്റ് ഉണ്ടല്ലോ, മൊത്തം പുഷ് ബാക്ക് സീറ്റാണ് വരുന്നത് കേട്ടോ. 140ഓളം പുഷ് ബാക്ക് സീറ്റുകളാണ് ഈ ഓഡിറ്റോറിയത്തിൽ മൊത്തത്തിൽ വരുന്നത്. പിന്നെ അതേപോലെ 150 രൂപ ടിക്കറ്റ് ചാർജാണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെയുള്ള ലെഗ് സ്പേസ് ഒക്കെ അതേപോലെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും താഴെയൊക്കെ നല്ല കുഷൻ ടൈപ്പുള്ള കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനിലാണ് കൊണ്ടു നടക്കുന്നത്. ഈ സ്റ്റെപ്പിലൊക്കെ നോക്കും LED സ്ട്രിപ്പുകളൊക്കെ, റെഡ് കളറിൽ LED സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ LED സ്ട്രിപ്പിന് പകരം ഒരു ത്രികോണം ആകൃതിയിലുള്ള ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ LED ചെറിയ ബൾബുകളൊക്കെ കൊടുത്തിട്ട് ആ ഒരു സെറ്റപ്പ് ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ്, ആ ഒരു ഡിസൈനാണ് ഇവിടെ മാജിക് ഫ്രെയിം ഈ ഓഡിറ്റോറിയം 2 ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല റെഡ് ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിൽക്കുന്ന ഇൻറ്റീരിയലാട്ടോ നമുക്ക് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ സ്പീക്കറുകളൊക്കെ നമുക്ക് എടുത്ത് കാണാവുന്നതാണ്. നമുക്ക് റെഡ് കാർപ്പറ്റിലാണ് ഈ വോള് മൊത്തം കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കിൽ പൾസിൻ്റെ സ്പീക്കേഴ്സൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ LED സ്പോട്ടിൽ റെഡ് LED സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ ഗ്രിഡ് മോഡൽ ബ്ലാക്ക്, ആ ഗ്രിഡ് മോഡലാണ് ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മേലെ ബ്ലാക്കിന് ബ്യൂട്ടി ആകാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ലൈറ്റ് LED സ്പോട്ട് ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 2 ഭാഗങ്ങളിലായിട്ട് സാധാരണ മാജിക് ഫ്രെയിമിലൊക്കെ നമ്മൾ കണ്ടുവരാറ് LED സ്ട്രിപ്പ് കൊടുക്കുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഈ ഓഡിറ്റോറിയത്തിനെ നല്ല മനോഹരമാക്കാൻ ഇവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ നമുക്ക് ഡോൾബി 7.1ൻ്റെ ശബ്ദ സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കർ എന്ന് പറയുന്നത് പൾസിൻ്റെ സ്പീക്കേഴ്സാണ്. അപ്പോൾ ഈ വോളിൽ ഓഡിറ്റോറിയത്തിൽ മൊത്തത്തിൽ 12ഓളം സ്പീക്കേഴ്സാണ് ഡോൾബി 7.1ന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ നമുക്ക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 2K പ്രൊജക്ഷനാണ്. അതും ക്രിസ്റ്റിയുടെ ലേസർ പ്രൊജക്ഷനാണ്. 2K ക്രിസ്റ്റിയുടെ ലേസർ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കളർ ഗ്രേഡും അതേപോലെ തന്നെ അതിൻ്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയാണ്. നമുക്ക് 4Kൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന 2K പ്രൊജക്ഷൻ നമുക്ക് ഒരു നമുക്കൊരു ഫിലിമൊക്കെ കണ്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിന് സംതൃപ്തി തരുന്ന രീതിയിലാണ്. പിന്നെ അതേപോലെ 30 അടിക്ക് മേലെ വരുന്ന ഒരു അടിപൊളി സിൽവർ സ്ക്രീനും ഈ ഓഡിറ്റോറിയത്തിന് പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ വലിപ്പം ഈ ഓഡിറ്റോറിയത്തിനുള്ളൂ. പിന്നെ നല്ല കളർ ഡെപ്തും നല്ല കളർ ഗ്രേഡും ഈ ഓഡിറ്റോറിയത്തിൽ
ഈ പിന്നെ എന്താ പറയുക ക്രിസ്റ്റിയുടെ 2K പ്രൊജക്ഷനിൽ നമുക്ക് സാധാരണ കണ്ടുവരാറുള്ളതാണ്. ഇപ്പം പുതിയ എല്ലാ തിയേറ്ററിലും ക്രിസ്റ്റിയുടെ 2K പ്രൊജക്ഷൻ ലേസറാണ് ഉപയോഗിച്ച് വരുന്നത്. എൻ്റെ പേര് ഷിതിൻ, ഞാൻ മാജിക് ഫ്രെയിംസിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യണു. പിന്നെ നമ്മൾ തിയേറ്റർ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുച്ചേരി, ചൂണ്ടൽ പുതുച്ചേരി, കുന്നംകുളം ആണ് നമ്മൾ തിയേറ്റർ ലൊക്കേഷൻ ചെയ്യുന്നത്. കുന്നംകുളം എന്ന് പറയുന്നത് വലിയ ഫേമസ് ആയിട്ട് സ്ഥലം തന്നെയാണ്. അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ തിയേറ്റർ തുടങ്ങിയത് 17 ഓഗസ്റ്റ് 2024 ഒരു ചിങ്ങം 1-നായിരുന്നു. പിന്നെ നമ്മളിവിടെ ഫാൻ ഷോടൊക്കെ എല്ലാ ഷോയും നമ്മളിവിടെ കളിക്കാറുണ്ട്. നമ്മളെ കസ്റ്റമേഴ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സ്ക്രീൻ 2 ബോക്സാണ്, ഒന്നുകൂടിയും വലിയ ബോക്സ് അതാണ്. ഓക്കെ, നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലായിട്ടുള്ള കുന്നംകുളം, അതേപോലെ കൂനമുച്ചി, മറ്റം, കേച്ചേരി ഒക്കെ സൈഡിൽ നിന്നൊക്കെ നമ്മളെ കസ്റ്റമേഴ്സ് ഇവിടെ വരാറുണ്ട്. നമുക്ക് 2 ഓപ്പറേറ്റേഴ്സാണ് ഉള്ളത്. അതിലിപ്പോൾ സീനിയർ ഓപ്പറേറ്റർ ഇന്ന് ഓഫ് എടുത്തിരിക്കുകയാണ്. മറ്റേ ഓപ്പറേറ്റർ ഇതാണ്. അപ്പോൾ ചൂണ്ടയിലുള്ള മാജിക് ഫ്രെയിമിൻ്റെ സ്ക്രീൻ 1-ൻ്റെയും സ്ക്രീൻ 2-ൻ്റെയും വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ? അടിപൊളിയായിരുന്നില്ലേ? ഈ 2 ഓഡിറ്റോറിയത്തിലും 2K പ്രൊജക്ഷൻ, അത് ലേസറാണ് ക്രിസ്റ്റീൻ്റെ വർക്ക് ചെയ്യുന്നത്. ഡോൾബി 7.1 ആണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്ന് സിനിമ കണ്ട നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഓരോ മാജിക് ഫ്രെയിം തിയേറ്ററിൽ പോകുന്ന സമയത്തും നമുക്ക് ഡിഫറെൻ്റായ നമുക്ക് എക്സ്പീരിയൻസ് ആണ് ഓരോ മാജിക് ഫ്രെയിം തരുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോക്ക് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം.